നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലും എതിരഭിപ്രായങ്ങൾ ഒരുപാടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ പറഞ്ഞൊരു പ്രസവ വേദനയെക്കുറിച്ച്, അല്ലെങ്കിൽ പണ്ടുള്ളവർ ഈസിയായിട്ട് ആസ്വദിച്ച് ചെയ്തിരുന്ന പ്രസവത്തെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വന്ന് അതിനെതിരെ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടും ഈ പറഞ്ഞ പോലെ റീലുകളായിട്ടും അല്ലെങ്കിൽ കാർട്ടൂണുകളായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമായിട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം, പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ കുറച്ച് പേര് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ നാടിന് ഒരു വികസനമൊന്നും ഇല്ലല്ലോ ഇത്രയും നാളായിട്ടെന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്ന് അവിടെ നാട്ടുകാർ പറഞ്ഞു, ആര് പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ബേക്കറി വന്നു, മെഡിക്കൽ സ്റ്റോർ വന്നു, ഇതൊക്കെ വന്നല്ലോ, അക്ഷയ സെൻറ്റർ വന്നു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് നിന്ന ആൾ പറഞ്ഞത്, അക്ഷയ സെൻറ്റർ വന്നതും ഓക്കെയാണ്, പക്ഷേ ഈ മെഡിക്കൽ സ്റ്റോറുകൾ വന്നതും ഈ പറഞ്ഞ പോലെ ഈ ബേക്കറികൾ വന്നതും അതൊരു വികസനത്തെ കാണിക്കുന്ന കാര്യമല്ല. ശരിയാണ്, ബേക്കറികൾ അത്യാവശ്യമാണ്. പക്ഷേങ്കിൽ ഈ ബേക്കറികളും ഈ മെഡിക്കൽ സ്റ്റോറുകളും തമ്മിൽ അത്യപൂർവമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ബേക്കറി തിന്നുന്ന കുട്ടികൾക്കാണ് എപ്പോഴും അസുഖങ്ങൾ കൂടുതലുള്ളത്. നിങ്ങൾ ചുറ്റുവട്ടത്തുള്ളിടത്തോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു മെഡിക്കൽ സ്റ്റോർ ഒരു കുഗ്രാമത്തിൽ വന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ അതനുസരിച്ച് രോഗികൾ അവിടെ കൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനിങ്ങനെ പറഞ്ഞത് അവിടെ അസുഖങ്ങൾ കൂടുതൽ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ അവിടെ വികസനം വന്നു എന്നല്ല അർത്ഥം. അതായത് മനുഷ്യൻ രോഗികളായി മാറുന്നതിൻ്റെ എണ്ണം കൂടുന്നു എന്നാണ് ഒരു മെഡിക്കൽ സ്റ്റോർ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ വന്നു എന്നതിനർത്ഥം. അതായത് ആ ഗ്രാമത്തിൽ നിന്ന് എത്രയോ അധികം ആൾക്കാരാണോ പട്ടണത്തിലേക്ക് മരുന്ന് വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരുന്നത്, അപ്പോൾ അവിടെ ഒരു ബിസിനസ് മൈൻഡ് വന്നു. അവിടെ അപ്പോൾ രോഗികൾ കൂടുതലുണ്ട്, അവിടെ ഒരു മെഡിക്കൽ സ്ഥാപനം സ്ഥാപിച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ മരുന്നുകൾ വെക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ്, അവിടെ രോഗികൾ ഏറ്റവും ഉണ്ടെന്ന് മനസ്സിലാകുന്നിടത്താണ് നമുക്കിതിനകത്ത് ചതി മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ അസുഖങ്ങൾ കൂടുന്നതനുസരിച്ച് മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം കൂടും, അതുപോലെ തന്നെ ബേക്കറികൾ കൂടുന്നതനുസരിച്ചും മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം കൂടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, പലപ്പോഴും നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത, അതായത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കുമല്ലോ, അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനകത്ത് എതിർ അഭിപ്രായം ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ അഖിൽ മാരാർ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയുമാണ് തെറ്റുമാണ്. കാരണം ഇന്നത്തെ പല പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ പോലും വിമുഖത കാട്ടുന്നത് ഈ പ്രസവം എന്ന പ്രോസസ്സിനെ പേടിച്ചിട്ടാണെന്ന് ഇപ്പോഴും ഞാൻ പറയും. കാരണം പല പെൺകുട്ടികൾക്കും അത് വലിയൊരു, കാരണം എൻ്റെയൊക്കെ പ്രായത്തിൽ തന്നെ ഈ പഴയ സിനിമയ്ക്കകത്തൊക്കെ കാണിക്കുന്ന പ്രസവ രംഗങ്ങൾ, അതായത് നേരിട്ട് കാണിക്കുന്നില്ലല്ലോ, ആ കരച്ചിലും മലർച്ചയും ഒക്കെ കേട്ട് ഭീതിയോടുകൂടി മാത്രം കണ്ടിരുന്ന ഒരു പ്രസവം എന്ന് പറയുന്നതാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലും എന്നെപ്പോലെ സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ തന്നെ എനിക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് ഒരുപാട്, അതായത് എൻ്റെ 2 പ്രസവം ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ഡോക്ടർ തന്നെയാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് വ്യത്യാസം എനിക്ക് മനസ്സിലായത്, ആദ്യത്തെ എൻ്റെ പ്രസവം എടുക്കുമ്പോൾ അവരവിടെ പുതുതായിട്ടെന്ന് വെച്ചാൽ അവർ മിലിറ്ററി റിട്ടയർ വന്നൊരു ലേഡി ഡോക്ടറായിരുന്നു. അപ്പോൾ അവരുടെ ആദ്യത്തെ ആ ആശുപത്രിയിൽ വന്നിട്ട് ആദ്യത്തെ പേഷ്യൻ്റൊക്കെയാണ് ഞാൻ. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത്, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ചാൽ മതി, വേറെ പുതുതായിട്ടൊന്നും അവിടുന്ന് വാങ്ങണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് അന്ന് ഈ ആശാപ്രവർത്തകരും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തരുന്ന അവർ കൊണ്ടുവരുന്ന ഫോളിക് ആസിഡും ഒക്കെയാണ് ഞാനന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് വേറെ ശാരീരിക പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഛർദിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ മറ്റു മരുന്നുകളൊന്നും എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല. അന്ന് പല പ്രാവശ്യം അവർ സ്കാനിങ് ഒക്കെ നടത്തിയെങ്കിൽ പോലും, പക്ഷേങ്കിൽ ചിലതൊന്നും പൈസ പോലും വാങ്ങിയിട്ടില്ല എന്നോടെന്നുള്ളതാണ് അന്നത്തെ രസം. പക്ഷേ അതേ 3-3.5 വർഷം കഴിഞ്ഞ് എൻ്റെ 2ാമത്തെ മോനെ പ്രസവത്തിന് കൊണ്ടുവന്നപ്പം ഇതേ മരുന്നുകൾ, എനിക്കിതേ ശാരീരികാവസ്ഥയായിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, എല്ലാം നോർമലായിരുന്നു. അതായത് ആദ്യത്തെ പ്രഗ്നൻസി പീരീഡിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അതേ അവസ്ഥ തന്നെയായിരുന്നു 2ാമത്തെ പ്രഗ്നൻസി പീരീഡ്. അപ്പം ഇതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നുകളൊക്കെ ആയിട്ടാണ് ചെന്നത്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും കഴിക്കേണ്ട. ഞാൻ ചോദിച്ചു, അതെന്താ ഡോക്ടറെ അങ്ങനെ ചോദിച്ചപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതുപോലെ പ്രശ്നമില്ലാതെ അപ്പോൾ ഇതൊക്കെ കഴിച്ചോളാനാണല്ലോ പറഞ്ഞിരുന്നത്, പിന്നെ എന്താണെന്ന് പറഞ്ഞപ്പം 2ാമത്തെ പ്രാവശ്യം എന്നെക്കൊണ്ട് എല്ലാ മരുന്നുകളും അവിടുന്ന് വാങ്ങിക്കുകയാണ് ചെയ്യിപ്പിച്ചത്. അപ്പം ആദ്യത്തെ പ്രാവശ്യം അതൊരു ബിസിനസ് മൈൻഡ് ആയിരുന്നില്ല, ഞാൻ ഈ മരുന്നുകളൊക്കെയാണ് കഴിച്ചത്. പക്ഷേ 2ാമത്തെ പ്രാവശ്യം അവർ ഏതൊക്കെയോ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കമ്പനികളുമായിട്ടും അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവായിട്ടും ഒക്കെ ഒരു ടൈപ്പിലായി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അവിടുന്ന് മരുന്നുകൾ എനിക്ക് വാങ്ങേണ്ടി വന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ ചെന്ന സമയത്ത് അവരും വന്ന സമയമായിരുന്നുകൊണ്ട് എന്നോട് ഈ മരുന്നുകളൊക്കെ തന്നെയാണ്. അപ്പോൾ രണ്ടും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എൻ്റെ അനുഭവം, ഞാൻ അനുഭവിച്ച എൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതുപോലെ എൻ്റെ മക്കളെ കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, വേണുഗോപാൽ ഡോക്ടർ, നമ്മുടെ തിരുവല്ല വെല്ലിയമ്പലത്തിൻ്റെ അവിടെ. ആ ഡോക്ടറെ പലരും എൻ്റെ മക്കളെ അവിടെ കാണിക്കുന്നത് പലരും അവിടെ പോകാൻ താല്പര്യപ്പെടില്ല. അതിൻ്റെ കാരണം പുള്ളി മരുന്ന് കൊടുക്കില്ല. പുള്ളി അധികം മരുന്ന് അല്ലെ ആൻറ്റിബയോട്ടിക് ഒന്നും കുട്ടികൾക്ക് കൊടുക്കില്ല. ഒരു പ്രാവശ്യം എൻ്റെ മോന് ഡോക്ടർ ഇതുപോലെ വിദേശത്ത് പോയ സമയത്ത് എൻ്റെ മോന് ഇതുപോലെ ഭയങ്കര ഛർദിലും ഒക്കെ വന്നിട്ട്
ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. 8 ദിവസം അവിടെ കിടന്ന് എന്തൊക്കെയോ ആൻറ്റിബയോട്ടിക് കൊടുത്തു. അപ്പോൾ എനിക്കിത് ഈ ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ ഡോക്ടർ വന്ന ഉടനെ ഇതുപോലെ മോനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻസ് കാണിച്ചപ്പം ഞങ്ങളോട് ചോദിച്ചത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കുഞ്ഞിന് ഇത്രയും മരുന്ന് കൊടുത്തതെന്ന് ചോദിച്ചാൽ അവർ ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്തു. കാരണം ഒരു അത്രയും ഒരു 3-4 വയസ്സുള്ള ഒരു കുഞ്ഞിന് കൊടുക്കാൻ പാടില്ലാത്തത്ര ആൻറ്റിബയോട്ടിക്കുകളാണ് അന്ന് ആ ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ കിടന്ന ആ ഡോക്ടർ അവിടുന്ന് സജസ്റ്റ് ചെയ്തത്. ആ ഡോക്ടർ ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെക്കുറിച്ചോ ആ ഡോക്ടറെ കുറിച്ചോ പറയേണ്ട കാര്യമില്ല. അപ്പം അന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു, നിങ്ങളുടെ കൊച്ചു ആഹാരം കഴിച്ചിട്ടല്ലേ വയറിളകോ ഛർദ്ദിക്കുകയോ ചെയ്യുന്നത്, അതങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ, അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള വയറുവേദനയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആൻറ്റിബയോട്ടിക്കോ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ല ഒരു നോർമലായിട്ടുള്ള ഒരു ഛർദ്ദിലോ ഒന്നും വയറിളകിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അന്ന് ഞങ്ങൾ ഒരുപാട് വഴക്ക് പറയുകയോ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ചിലർക്ക് അങ്ങനെയാണ്, പെട്ടെന്ന് അസുഖം കുറയണം, പെട്ടെന്ന് മാറണം. അപ്പോൾ ഈ അസുഖം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരെയാണ് ഇവർ കൺസൾട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്ന ഒരു പ്രായമായ ഡോക്ടർ, പുള്ളിയും ഇതുപോലെ അധികം മരുന്നുകൾ കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ പറഞ്ഞ പേഷ്യൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ നമുക്ക് പെട്ടെന്നെല്ലാം കാര്യങ്ങൾ സാധിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഈ അഖിൽമാരാർ പറഞ്ഞതിൽ ഒരു ശരിയെന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച്, അതായത് ഈ പ്രസവം അത്ര ഭീതിയോടുകൂടി തന്നെ ഭീതിജനകമായിട്ട് തന്നെ ഞാൻ കണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അടുത്ത് കുറേ പ്രായം ചെന്ന കുറേ അമ്മമാർ വരും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് എനിക്ക് പറഞ്ഞു തരും, നന്നായിട്ട് എണ്ണ തേച്ച് കുടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. കാരണം എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ എടുത്തു പറയുന്നു. മറ്റൊരു ശാരീരിക പ്രശ്നമോ ഛർദ്ദിൽ പോലുമില്ല. എനിക്ക് ഈ വയറിങ്ങനെ വീർത്തിരിക്കുന്നു എന്നല്ലാതെ വേറൊരു ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക്. അതുകൊണ്ട് തന്നെ മറ്റ് ചില സ്ത്രീകൾ, അപ്പോൾ എൻ്റെ ചേട്ടത്തിമാരോടൊക്കെ പറയുമ്പോൾ അവരൊന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളേ അല്ല പറയുന്നത്. അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് കഷ്ടപ്പെട്ടാണ്, ഒരുപാട് വേദന സഹിച്ചാണ് പ്രസവിച്ചതെന്നൊക്കെ അവർ പറയുമ്പോൾ എനിക്ക് അത്രമാത്രം വലിയ പെയിൻ ഒന്നോടുകൂടിയൊന്നും അല്ല ഞാൻ പ്രസവിച്ചത്. എന്നെ അന്ന് ആദ്യത്തെ പ്രസവം എടുത്ത എൻ്റെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ എൻ്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞത്, ഇത്ര ഈസി ആയിട്ട് പ്രസവിച്ചു പോകുന്ന ഒരു പെൺകൊച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണെന്ന് പോലും എന്നോട് പറഞ്ഞു. ഇത് തമാശ പറഞ്ഞതല്ല കേട്ടോ, അത് അന്ന് അദ്ദേഹം പറയുക. കാരണം നമ്മുടെ മനസ്സിൽ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിൽ ഇനി വേദന വരാൻ കിടക്കുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ വേദന വന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിചാരം നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കാണുന്നതാണല്ലോ നമ്മുടെ മനസ്സിലേക്ക്, അല്ല നമ്മൾ നേരിട്ടൊരു പ്രസവം കണ്ടിട്ടില്ലോ. അപ്പോൾ ഇനിയും വേദന വരാനുണ്ടല്ലോ, അപ്പോൾ ഇനിയും വേദന വരുമ്പോൾ അന്നേരപ്പം കരഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഓരോ വേദന വരുമ്പോൾ അടുത്ത പ്രാവശ്യം കരയാം, ഞാൻ ഇതിലും വേദന വരുമല്ലോ, അപ്പം ഞാൻ ഇപ്പോഴേ കരയാൻ തുടങ്ങിയാൽ ഞാൻ ഇത് അന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ അവിടെ കിടന്നത്. അപ്പം സത്യം പറഞ്ഞാൽ അത്ര വലിയൊരു പെയിൻ ഇല്ലാത്തതിൻ്റെ മറ്റൊരു കാരണം, ഞാനൊരു ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ മരുന്നിൻ്റെ പേരൊന്നും എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ ഹോമിയോ മരുന്ന് കഴിച്ച ഞങ്ങളുടെ വീട്ടിലെ കുറേ അംഗങ്ങൾ, എൻ്റെ കുറേ സുഹൃത്തുക്കളുമുണ്ട്, അവരൊക്കെ ഇത് കഴിച്ചവരാണ്. അവർക്കൊന്നും പെയിൻ ഇല്ലാതെയാണ്, വലിയ പെയിൻ, അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്കകത്തൊക്കെ അതികഠിനമായ സഹിക്കാൻ പാടില്ലാത്ത പെയിനൊന്നും അവർക്കാർക്കും ഉണ്ടായില്ല. കുറച്ച് ഈസി ആയിട്ടായിരുന്നു കാര്യങ്ങൾ എന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പേരെന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങളൊരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ തന്ന ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ അവരെ കണ്ടിട്ട് അവരോട് ചോദിച്ചത് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഒരു കാരണവശാലും, കാരണം ഞാൻ ഡോക്ടറോ നേഴ്സോ പോലും അല്ല, കാരണം അതുകൊണ്ട് തന്നെ എനിക്കത് പറയാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അവർ പറഞ്ഞു തരും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രായം ചെന്നവർ പറയുന്ന കുരുന്തോട്ടി കഷായം, അതൊക്കെ ഞാൻ അവർ ഈ പ്രായമുള്ളവർ പറയുന്നത് എന്ത് ചെയ്താലും ചെയ്ത്, അതുകൊണ്ടായിരിക്കും ഈ പറയത്തക്ക വലിയൊരു ബുദ്ധിമുട്ട് എൻ്റെ 2 പ്രസവത്തിനും ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അഖിൽമാരാർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു, ഈ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റോറുകളൊക്കെ അടയ്ക്കുമ്പോഴാണ് ഈ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ഇപ്പം സിസേറിയൻസ് കൂടുന്നു, മരുന്നുകൾ കൂടുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന മെച്ചമല്ല കാണിക്കുന്നത്, നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ചയാണ് ശരിക്കും കാണിക്കുന്നതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. അല്ലാതെ ഈ സുഖപ്രസവത്തെക്കുറിച്ചൊന്നും പറഞ്ഞതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് അത്ര വലിയ ഒരു അമിതമായ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു പ്രസവമായിരുന്നില്ല എനിക്കെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. മറ്റ് സ്ത്രീകൾക്കൊന്നും അങ്ങനെ, കാരണം എൻ്റെ ചേട്ടത്തിമാരൊന്നും അങ്ങനെ സമ്മതിക്കുന്നില്ല, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് പെയിനായിരുന്നു എന്നൊക്കെ അവർ പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു വിവാദപരമായ കാര്യമായിട്ട് വേണമെങ്കിൽ എടുക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനത് പറഞ്ഞിരിക്കുന്ന അഖിൽമാരാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും പുള്ളി പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്, ആരോഗ്യ മേഖല മെച്ചപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണമല്ല ഈ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ കൂടുന്നത്. അത് നമ്മുടെ ആരോഗ്യ മേഖല തകർച്ചയുടെ ഭാഗമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രോഗികൾ കൂടുന്നിടത്ത് ഈ മെഡിക്കൽ സ്റ്റോറുകൾ കൊണ്ട് വെച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാതെ രോഗികളില്ലാത്തടത്തൊരു മെഡിക്കൽ സ്റ്റോർ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.